ജീവിതം എന്നെ പഠിപ്പിച്ച ഒരു വലിയ പാഠമാണ് ഈ കഥ. ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും നമ്മൾ തോറ്റുപോയെന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ടാകും. എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഒന്നുമില്ല എന്ന് മനസ്സ് പറയുന്ന നിമിഷങ്ങൾ. പക്ഷേ ആ നിമിഷങ്ങളിൽ നമ്മൾ തീരുമാനിച്ചാൽ മാത്രം മതി, ഞാൻ തോൽക്കില്ല എന്ന്. അപ്പോൾ തന്നെ കഥ മാറാൻ തുടങ്ങും. ഈ സംഭവം നടക്കുന്നത് ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്താണ്. കോളേജ് ജീവിതം, സ്വാതന്ത്ര്യവും സൗഹൃദവും ചിരിയും എല്ലാം കൂടിച്ചേർന്ന മനോഹരമായ ഒരു കാലഘട്ടം. ഞാനും എൻ്റെ സുഹൃത്തുക്കളും വൈകുന്നേരങ്ങളിൽ പതിവായി പോകുന്ന ഒരു പാർക്കുണ്ടായിരുന്നു. അത് നമ്മുടെ നഗരത്തിലെ ശാന്തവും മനോഹരവുമായ ഒരു പാർക്കാണ്. ഒരു ദിവസം പതിവിനേക്കാൾ വൈകിയാണ് ഞങ്ങൾ പാർക്കിലെത്തിയത്. നടന്ന് ക്ഷീണിച്ചപ്പോൾ എന്തെങ്കിലും കഴിക്കണമെന്ന തോന്നൽ. അപ്പോഴാണ് ഞാൻ ആ സ്റ്റോൾ ശ്രദ്ധിച്ചത്. മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫാസ്റ്റ് ഫുഡ് സ്റ്റോൾ. കാരണം അവിടെ ജോലി ചെയ്തിരുന്നത് ഒരു സ്ത്രീയായിരുന്നു. അവൾ ആത്മവിശ്വാസത്തോടെ ഭക്ഷണം തയ്യാറാക്കുന്നു. അവനുടെ കൂടെ ഒരു പുരുഷൻ ശാന്തമായി പുഞ്ചിരിയോടെ ആളുകൾക്ക് സർവ് ചെയ്യുന്നു. ആ കാഴ്ച എന്നെ അന്ന് അല്പം അമ്പരപ്പിച്ചു. നമ്മുടെ ചെറിയ നഗരത്തിൽ അന്ന് സാധാരണമല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. ഭക്ഷണം ശരാശരിയായിരുന്നു, പക്ഷേ അവളുടെ മുഖത്തെ പുഞ്ചിരി അത് സാധാരണമല്ലായിരുന്നു. അവിടെ ദാരിദ്ര്യത്തിന്റെ നിഴലില്ല, നിർബന്ധിതാവസ്ഥയുടെ ലജ്ജയില്ല, മാത്രമല്ല ഒരു ഉറച്ച ആത്മവിശ്വാസം മാത്രം. കൗതുകം തോന്നി, അന്വേഷിച്ചു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, അവിടെയുള്ള ആ പുരുഷൻ ഒരു കാലത്ത് വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. സമ്പത്ത്, വാഹനങ്ങൾ, പേര്, പ്രശസ്തി എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ചില തെറ്റായ തീരുമാനങ്ങൾ, ഒറ്റയടിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ അവൻ തോറ്റില്ല. അവനും അവന്റെ ഭാര്യയും ചേർന്ന് ജീവിതം വീണ്ടും തുടങ്ങാൻ തീരുമാനിച്ചു, ചെറിയൊരു ഫാസ്റ്റ് ഫുഡ് സ്റ്റോളിലൂടെ. ഞങ്ങൾ പിന്നീട് പലതവണ ആ സ്റ്റോളിൽ പോയി. എന്നാൽ ഒരിക്കൽ പോലും അവരുടെ മുഖത്ത് നിരാശ കണ്ടില്ല. കാലം കടന്നു, കോളേജ് തീർന്നു, ജീവിതം ഓരോരുത്തരെയും ഓരോ വഴിയിലേക്ക് കൊണ്ടുപോയി. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഞാൻ എൻ്റെ നഗരത്തിൽ തിരികെ എത്തി, ഒരു തിരക്കേറിയ സ്റ്റുഡന്റ് ഏരിയയിൽ. വീണ്ടും അവളെ ഞാൻ കണ്ടു. അതേ സ്ത്രീ. ഇപ്പോൾ വലിയ തിരക്ക്, സ്റ്റോളിൽ ജോലി ചെയ്യുന്ന കുറേ യുവാക്കൾ. അവളെല്ലാം നിയന്ത്രിക്കുന്നു, ആത്മവിശ്വാസത്തോടെ. ഞാൻ ആരോടോ ചോദിച്ചു. അപ്പോഴാണ് സത്യമറിഞ്ഞത്. ഇന്ന് അവർ നഗരത്തിലെ ഏറ്റവും നല്ല പ്രദേശത്ത് താമസിക്കുന്നു. പ്രോപ്പർട്ടിയുണ്ട്, ബിസിനസ് വളർന്നു. ഭർത്താവ് തന്റെ പഴയ ബിസിനസ് വീണ്ടും ആരംഭിച്ചു. ഫാസ്റ്റ് ഫുഡ് ബിസിനസ് അവൾ തന്നെയാണ് ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. കാരണം അവൾക്കറിയാമായിരുന്നു, എവിടെയാണ് അവസരം, ഏത് സമയത്താണ് വിജയം. സുഹൃത്തുക്കളെ, ഈ കഥ എന്നെ പഠിപ്പിച്ചത് ഒരേയൊരു കാര്യമാണ്. വലുതായി തുടങ്ങുന്നതല്ല വിജയം, വീണ്ടും തുടങ്ങാൻ ധൈര്യമുള്ളതാകുന്നതാണ് വിജയം. നഷ്ടങ്ങൾ നിങ്ങളെ നിർവചിക്കില്ല, നിങ്ങളെടുത്ത തീരുമാനങ്ങളാണ് നിങ്ങളെ നിർവചിക്കുന്നത്. ജീവിതത്തിൽ ഒരു വാതിലടഞ്ഞാൽ മറ്റൊന്ന് തുറക്കാൻ ശ്രമിക്കുക. ചാവിയില്ലാത്ത പൂട്ടൊന്നുമില്ല. ഈ കഥ നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള ഹൃദയം തൊടുന്ന, ജീവിതം പഠിപ്പിക്കുന്ന കഥകളും മോട്ടിവേഷൻ സ്പീച്ചുമായി വീണ്ടും കാണാം. നന്ദി.